കവടിയാർ ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമ്മളിതുപോലെ കുതിരപ്പുറത്തൊക്കെ വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ റോഡിൽ നിന്ന് ഇറക്കിയപ്പോൾ ഒത്തിരി വണ്ടി കണ്ട് ഭയങ്കര ചാട്ടമാണ് കേട്ടോ. കുതിരയും കൊണ്ട് എങ്ങോട്ട് പോകുന്നു രാവിലെ? ഇവിടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ട്. കവടിയാറോ? ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ ഇട്ടിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം? നല്ല രീതിയിൽ 50 സെന്റ് അല്ലേ? 50 സെന്റ് നമ്മളെ വീഡിയോയിൽ തന്നെ സെയിലായി. അത് സെയിൽ ആവത്തില്ല, പറഞ്ഞ വിലക്ക് ആ പ്രോപ്പർട്ടി സെയിലായി. അതിൽ വന്ന കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട് വെക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പെർമിഷൻ തരത്തില്ല, ഈ രീതിയിലൊക്കെ ആയിരുന്നു. ഇതിൽ റേറ്റ് എടുക്കത്തില്ല എന്നൊക്കെയായിരുന്നു കമന്റ്. റേറ്റ് അഫോർഡ് ചെയ്യത്തില്ല, ഈ റേറ്റിനൊന്നും ആരും എടുക്കൂല. ഇതൊക്കെ മണ്ടന്മാരുടെ ചിന്താഗതികളാണ്. എന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ല കിടിലം പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ കിട്ടുമ്പോൾ ആൾക്കാർ പൈസ ഒന്നും നോക്കൂല. നമുക്കിനി ഇതിനകത്ത് ഒരു 20 സെന്റ് ബാക്കിയുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് ടൈം നമ്മൾ ഇതിനകത്തുള്ള പ്രോപ്പർട്ടി സെയിലിനിട്ടപ്പോൾ വന്നൊരു കമന്റ് ആണ്, ഇതിനകത്ത് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടത്തില്ല, വീട് വയ്ക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു എവിഡൻസ് ഇല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും കമന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എവിഡൻസോട് കൂടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ആദ്യമായിട്ട് വെച്ചിട്ടുള്ള വീടാണ്. പ്രസാദ് ഏട്ടൻ്റെയാണ്, അത് പരിചയപ്പെടുത്താമോ? ഹായ്, എൻ്റെ പേര് പ്രസാദ് വർഗീസ്. ഞാൻ ടെക്നോ പാർക്കിലെ ഓസ്പിൻ ടെക്നോളജീസിൻ്റെ CEO ആണ്. ഞാൻ ഒരു 4 വർഷം മുമ്പാണ് സമര പ്രോപ്പർട്ടീസിൻ്റെ ഇന്ന് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. 2.5 വർഷത്തോളം വീട് വെച്ചതിന് ശേഷം ഇപ്പോൾ 2.5 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. ഏകദേശം പ്രത്യേകിച്ച് വീട് വയ്ക്കുന്നതിനോ അതിൻ്റെ സാങ്ഷൻ കിട്ടുന്നതിനോ വീട് വെച്ചതിന് ശേഷം അതിൻ്റെ പെർമിറ്റ് കിട്ടുന്നതിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. സാധാരണ നമ്മുടെ പുറത്തെവിടെ എങ്ങനെയും വീട് വയ്ക്കുന്നു അതേപോലെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. താങ്ക് യു. നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഒരു എന്താ പറയുന്ന ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സിറ്റിയുടെ ഹൃദയഭാഗമാണ്. വളരെ നല്ല ഇഷ്ടംപോലെ മരങ്ങളും നല്ല മണ്ണും ഇഷ്ടംപോലെ വെള്ളവും എല്ലാം ഉള്ള, സാധാരണ നമുക്കൊരു വീട് വെച്ച് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഐ എം സോ ഹാപ്പി വിത്ത് ഇറ്റ്. താങ്ക് യു. ഇവിടെ നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവടിയാറ് നിന്ന് അമ്പലമുക്കിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇൻകം ടാക്സ് ഓഫീസിനൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. എന്നു വെച്ചാൽ അവിടെ ആയിട്ട് കാണുന്നത് നമ്മുടെ കളക്ടറിന്റെ വസതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ISROയുടെ അബ്ദുൽ കലാം മ്യൂസിയം, സ്പേസ് മ്യൂസിയം, അതിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ആ കാണുന്നത് റവന്യൂ ഭവൻ, അവർക്ക് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് കളക്ടറിന്റെ അല്ലെങ്കിൽ വസതി അതിന്റെ ഓഫീസ് എല്ലാം ഇങ്ങോട്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ ആ സൈഡിൽ കൊട്ടാരം, ഗോൾഫ് ക്ലബ്ബ്, ഇനി അതുപോലെ ഷട്ടിൽ കോട്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽത്തിന് ഭയങ്കരമായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ എല്ലാവിധ ആക്ടിവിറ്റീസും, ഹോഴ്സ് റൈഡിംഗ് ആണെങ്കിൽ ഹോഴ്സ് റൈഡിംഗ്, ഗോൾഫ് കളിക്കാൻ പോകണമെങ്കിൽ ഗോൾഫ് ക്ലബ്ബ്, ടെന്നീസ് ക്ലബ്ബ് ആണെങ്കിൽ അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റീസ് ഈ ചുറ്റുവട്ടത്താണ്. അങ്ങനെ ഇപ്പോൾ ഇത്തിരി പ്രീമിയം ലെവലിലുള്ള ഹോബീസ് ഒക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. കുതിര റൈഡ് ചെയ്യണമെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്ലബ്ബുണ്ട്. അത്ര നല്ല ലൊക്കേഷനാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇതിലിപ്പോൾ ഈ 50 സെന്റ് സെയിലായി. ഇതാണ് സെയിലായതല്ലേ? അതേ ഉള്ളൂ. നമുക്കിതാ ഈ സൈഡിലോട്ട് ഒരു 20 സെന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ളവർ മാത്രം വിളിച്ചാൽ മതി. ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള ബ്രോക്കറോ കാര്യങ്ങളോ ഒന്നും വിളിക്കണ്ട. നേരിട്ട് താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇതിനൊരു മോഹവിലയാണ് കേട്ടോ. കാര്യം എന്താണെന്നുള്ളത് നേരിട്ട് അദ്ദേഹമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാം.